ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. പ്രതികൂലങ്ങൾ മധ്യ പ്രത്യാശയുണർത്തും യേശു എത്ര നല്ലവനാ. ആശയറ്റ നേരത്തും എൻ ആശയുണർത്തും യേശു എത്ര വല്ലഭനാ. പ്രതികൂലങ്ങൾ മധ്യ പ്രത്യാശയുണർത്തും യേശു എത്ര നല്ലവനാ. ആശയറ്റ നേരത്തും എൻ ആശയുണർത്തും യേശു എത്ര വല്ലഭനാ. ഹേ മരണമേ നിൻ ജയമെവിടെ, പാതാളമേ വിഷമുള്ളെവിടെ. ഹേ മരണമേ നിൻ ജയമെവിടെ, പാതാളമേ വിഷമുള്ളെവിടെ. ശത്രുവിൻ കോട്ടകളെ തകർക്കുമവൻ എന്നോട് സൈന്യാധിപൻ. ശത്രുവിൻ കോട്ടകളെ തകർക്കുമവൻ എന്നോട് സൈന്യാധിപൻ. ജീവിതയാത്രയിൽ ക്ലേശങ്ങൾ വന്നിടിലും മാരികൾ എതിരേറ്റിടിലും. ജീവിതയാത്രയിൽ ക്ലേശങ്ങൾ വന്നിടിലും മാരികൾ എതിരേറ്റിടിലും. കൽപ്പലകയിലല്ല എൻ ഹൃദയത്തിലല്ലോ ജീവൻ എഴുതപ്പെട്ടത്. കൽപ്പലകയിലല്ല എൻ ഹൃദയത്തിലല്ലോ ജീവൻ എഴുതപ്പെട്ടത്. ഹേ മരണമേ നിൻ ജയമെവിടെ, പാതാളമേ വിഷമുള്ളെവിടെ. ഹേ മരണമേ നിൻ ജയമെവിടെ, പാതാളമേ വിഷമുള്ളെവിടെ. ശത്രുവിൻ കോട്ടകളെ തകർക്കുമവൻ എന്നോട് സൈന്യാധിപൻ. ശത്രുവിൻ കോട്ടകളെ തകർക്കുമവൻ എന്നോട് സൈന്യാധിപൻ. കൂടാരമാകും ഭൗമിക ഭവനം അഴിഞ്ഞുപോയി എന്നാലും. കൂടാരമാകും ഭൗമിക ഭവനം അഴിഞ്ഞുപോയി എന്നാലും. കൈപ്പണിയല്ലാത്തതാം നിത്യഭവനം നാഥൻ ഒരുക്കുന്നുണ്ടല്ലോ. കൈപ്പണിയല്ലാത്തതാം നിത്യഭവനം നാഥൻ ഒരുക്കുന്നുണ്ടല്ലോ. ഹേ മരണമേ നിൻ ജയമെവിടെ, പാതാളമേ വിഷമുള്ളെവിടെ. ഹേ മരണമേ നിൻ ജയമെവിടെ, പാതാളമേ വിഷമുള്ളെവിടെ. ശത്രുവിൻ കോട്ടകളെ തകർക്കുമവൻ എന്നോട് സൈന്യാധിപൻ. 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 ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ
നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം ആദ്യം നമുക്ക് വായിച്ചു കേൾക്കാം. നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ച് അപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? ആവശ്യക്കാരുടെ അപേക്ഷ കേട്ട് ആവശ്യക്കാരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഓടി അടുക്കൽ അണയുന്ന കരുണ നിറഞ്ഞ കരുണാസമ്പന്നനായ യേശുവാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. വേദപുസ്തകത്തിൽ യേശുവിൻ്റെ കരുതലും കാവലും നടത്തിപ്പും പ്രകടമാക്കുന്ന രംഗങ്ങൾ പലതുണ്ട്. അടുക്കൽ വരുന്ന യേശുവിൻ്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ഒന്നാമത്തെ കാര്യം മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 24-25 വാക്യങ്ങൾ. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി, കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിൽ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. 4-ാം യാമത്തിൽ അന്ധകാര നിബിഡമായിരിക്കുന്ന ആ രംഗത്ത്, അപകടങ്ങൾ നിറഞ്ഞതായ ആ രംഗത്ത് കർത്താവായ യേശുക്രിസ്തു കടലിന്മേൽ നടന്ന് ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. ഗലീല കടലാണ് രംഗം. അലറുന്ന തിരമാലകൾ അമ്മാനമാടുന്നതായ ഒരു പടക്. ആരും സഹായത്തിനായിട്ടില്ല. ആർക്കും ഒരു മനുഷ്യനും സഹായകരങ്ങളുമായി അവിടെ എത്തുവാൻ സാധ്യവുമല്ല. കടല് ഇവരെ വിഴുങ്ങാൻ പോവുകയാണ്. വലിയ കാറ്റും ഓളവും തിരമാലയും. തീർച്ചയായിട്ടും മുങ്ങി ഇവരെല്ലാം നശിക്കുമെന്ന് അവർക്ക് ബോധ്യമായി. ദൈവത്തിൻ്റെ മഹത്വം. അപ്പോൾ ഇതാ മനോഹരമായൊരു രംഗം. കടലിൽ മേൽ നടന്ന് ഓളത്തെ കാൽ കീഴാക്കി നല്ലവനായിരിക്കുന്ന കർത്താവ് കഷ്ടതകളിൽ തളരുന്നവരുടെ അടുക്കലേക്ക് അടുത്തു വരികയാണ്. ആ രംഗത്ത് മറ്റുള്ള എല്ലാവരുടെയും കാലച്ചകൾ അകന്നു പോയപ്പോൾ അടുത്തു വരുന്ന യേശു, സഹായത്തിനായി എത്തുന്ന കർത്താവായ യേശുക്രിസ്തു. ദൈവമക്കൾ മനസ്സിലാക്കണം, കർത്താവായ യേശുക്രിസ്തു കൽപ്പിച്ചിട്ടും നിർബന്ധിച്ചിട്ടുമാണ് അവർ പടവ് കയറി അക്കരയ്ക്ക് പോകാൻ ഒരുങ്ങിയത്. ഇക്കരയിൽ കര വിട്ടു, അക്കരെ എത്തിയതുമില്ല, നടുക്കടലിലാണ്. നല്ല കൂരിരുട്ട്. ഒരടി പോലും മുന്നോട്ട് അവർക്ക് തുഴഞ്ഞു നീങ്ങാനായിട്ട് പറ്റുന്നില്ല. അവർ തളർന്ന് വിവശരായി, തികച്ചും നിരാശരായി. ദൈവത്തിന് സ്തോത്രം. പക്ഷേ കർത്താവ് കൽപ്പിച്ചിട്ടാണ് ഇറങ്ങിയതെങ്കിലും ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തു പടകിലില്ല. നോക്കിയപ്പോൾ ഇതാ കർത്താവായ യേശുക്രിസ്തു കടൽ മീതെ നടന്നു വരുന്നു. അവർ വെപ്രാളപ്പെട്ടു പോയി. വല്ല ഭൂതമാണോ എന്ന് ചിന്തിച്ചു പോയി. വളരെ സ്നേഹവാത്സല്യത്തോടെ പറഞ്ഞു, മക്കളെ പേടിക്കണ്ട, ഞാനാകുന്നു. ഭയപ്പെടേണ്ട, ഞാനാകുന്നു. കർത്താവായ യേശുക്രിസ്തു ആകുന്നു എന്നറിഞ്ഞപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ എടുത്തിയാട്ടക്കാരനായിരിക്കുന്ന പത്രോസിലേക്ക് അന്തരംഗത്തിലൊരു കൊതി. ഓളങ്ങളുടെയും തിരുമാളുകളുടെയും മേളിൽ കൂടി കർത്താവ് നടക്കുന്ന പോലെ വെള്ളത്തിന്മേതി ഒന്ന് നടക്കണം. യേശു നടന്നതുപോലെ ഒന്ന് നടക്കണം. പത്രോസ്, കർത്താവെ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മീതെ നടന്ന് നിന്റെ അടുക്കൽ വരേണ്ടതിന് ഒന്ന് കൽപ്പിക്കണമേ എന്ന് പറഞ്ഞു. മാനുഷികമായ വിധത്തിൽ സാധ്യമല്ല. കർത്താവ് കൽപ്പിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ, പോരാ, കർത്താവ് കൽപ്പിച്ചാൽ നടക്കും. ആ വാക്കിന് ശക്തിയുണ്ട് എന്ന് പത്രോസിലേക്ക് അനുഭവമുണ്ട്. കർത്താവ് കൽപ്പിച്ചു. പത്രോസിക പടവ് വിട്ട് വെള്ളത്തിന്മീതെ കാലടികൾ വെച്ച് മുന്നോട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് നടങ്ങിയാണ്. ഒത്തിരി മർമ്മങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തു നടന്നതുപോലെ നടക്കണമെന്ന അന്തരംഗത്തിലൊരാഗ്രഹം വരുന്നത് ഒരു സ്വർഗീയമായ കാഴ്ചപ്പാടാണ്. നമ്മെ ഓരോരുത്തരെയും കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. യേശു നടന്നതുപോലെ നടക്കണം. യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാണ്. ദി പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഡിവൈൻ ക്യാരക്ടർ. ഞാൻ നിങ്ങളോട് പ്രാർത്ഥന സഹായം ചോദിച്ചുകൊണ്ട് പറയട്ടെ, ഈ വാർദ്ധക്യത്തിലേക്ക് വന്ന പാവപ്പെട്ട അടിയൻ്റെയും ഏറ്റവും വലിയ കൊതി അതാണ്. കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ഛായയുള്ളൊരു മകനായി ജീവിക്കണം. കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ഭാവമുള്ളൊരു മകനായി ജീവിക്കണം. യേശു നടന്നതുപോലെ ആ പ്രകൃതിയിലൊന്ന് നടക്കണം. യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം.
യേശു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണം. യേശു തേജോമയനായ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ കാല് കഴുകി താഴ്മയുടെ പാഠം പഠിപ്പിച്ചതുപോലെ ജീവിതത്തിൽ താഴ്മ ധരിക്കണം. പിതാവിൻ്റെ ഇഷ്ടം മാത്രം അനുഷ്ഠിച്ച് അത് ആഹാരമായി കണ്ട കർത്താവായ യേശു ക്രിസ്തുവിന് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ കഴിവില്ല. കർത്താവായ യേശു ക്രിസ്തു ഏകജാതനായ തിരുക്കുമാരൻ ആകെ ആഗ്രഹം പിതാവാൻ ദൈവത്തിന് ഇഷ്ടം ചെയ്യണം. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ഒരാഗ്രഹവും പ്രാർത്ഥനയും നിങ്ങൾക്കുണ്ടാകണം. യേശുവേ, ഏത് പ്രായത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും യേശു നടന്നതുപോലെ ഒന്ന് നടക്കണം. അതാണ് ക്രിസ്തീയ ജീവിതം, ക്രിസ്തുവൽക്കരണം. ഹല്ലേലൂയ, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പത്രോസ്ലീഹായ്ക്ക് കർത്താവ് അനുവദിച്ചു. പത്രോസ്ലീഹ നടന്നു തുടങ്ങി. എന്ത് സ്വർഗീയമായിരിക്കുന്ന അനുഭൂതിയാണ്! ലോകത്തിൽ ഇതുവരെയും ആരും നടന്നിട്ടില്ലാത്ത വിധത്തിൽ കർത്താവ് നടന്നുപോലെ വെള്ളത്തിന്മീതെ കാലുകൾ എടുത്തു വെച്ച് ജയത്തിൻ്റെ പാട്ട് പാടിക്കൊണ്ട് പത്രോസ്ലീഹ മുന്നോട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് കുതിച്ചു പോവുകയാണ്. അപ്പോൾ ഇതാ വലിയ തിരമാല ആഞ്ഞടിച്ച് ഉയർന്നു പൊങ്ങുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ കാണാൻ വയ്യ. യേശുക്രിസ്തു തിരമാലയ്ക്കപ്പുറം, തിരമാല നടുക്ക് പൊങ്ങി നിൽക്കുന്നു. പത്രോസ്ലീഹ അതിൻ്റെ ഇപ്പുറം. കർത്താവ് എങ്ങും പോയിട്ടില്ല, കർത്താവ് ഇവിടെ ഉണ്ട്. പക്ഷെ പാവം പത്രോസ് വെപ്രാളപ്പെട്ടു പോയി, പേടിച്ചു പോയി. പിന്നീട് യേശുവിനെ കാണാതെ വന്നപ്പോൾ അവൻ്റെ നോട്ടം, അയ്യോ എന്തുമാത്രം ആഴമുള്ള ഗലീല കടൽ, എന്തുമാത്രം ശക്തിയോടെ ആഞ്ഞടിക്കുന്ന തിരമാലകൾ, എല്ലാം തീർന്നല്ലോ. ഈ ഒരു അവിശ്വാസം വന്നു. ഓളങ്ങളിലേക്കും തിരമാലയിലേക്കും നോക്കി പത്രോസ്ലീഹ ഇതാ താണു പോവുകയാണ്. എന്നാൽ അവൻ കാറ്റ് കണ്ടു പേടിച്ചു മുങ്ങിത്തുടങ്ങി. വെള്ളത്തിലങ്ങ് മുങ്ങി താണു പോവുകയാണ്. പോരാഞ്ഞിട്ട് വലിയ കാറ്റും കോളിളക്കവും എല്ലാം ഉണ്ട്. അല്പസമയത്തിനുള്ളിൽ ശ്വാസം കിട്ടാതെ മരിക്കും. ആർക്കെന്ത് ചെയ്യാനായിട്ട് പറ്റും? പക്ഷേ ഒന്ന് ചെയ്യാം സഹോദര, ഈ നാശത്തിൽ മുങ്ങി നശിക്കുവാൻ പോകുന്ന ഏത് വ്യക്തിക്കും ചെയ്യുവാൻ സാധിക്കുന്നൊരു കാര്യമുണ്ട്. അതെന്താണ്? ഒരു പ്രാർത്ഥന. കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. ദൈവമക്കളെ, പ്രാർത്ഥന കേൾക്കുക എന്ന ഒരു ദൈവമുണ്ട്. ആ യേശു തൊട്ടടുത്തുണ്ട്. യേശു പ്രാർത്ഥന കേട്ടു. മുങ്ങി മരിക്കാൻ പോകുന്ന പത്രോസ്ലീഹായ അരുമനാഥന്റെ കരുണയുടെ കരം പിടിച്ച് ഉയർത്തി. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ആ പത്രോസ്ലീഹായിലേക്ക് നിങ്ങൾ നോക്കിക്കേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കരം പിടിച്ചുകൊണ്ട് വെള്ളത്തിന്മീതെ നടന്ന് രണ്ടുപേരും കൂടി പടകിലേക്ക് നടന്നെടുത്ത് കയറുകയാണ്. അതാണ് ആത്മീയ ജീവിതം. കർത്താവിന് വിളി കേട്ട് ഇറങ്ങി പുറപ്പെട്ട ദൈവമക്കളുടെ ജീവിതത്തിലും കാറ്റും ഓളും തിരമാലകളും വരാം. പക്ഷേ കർത്താവിന് വിളിച്ചപേക്ഷിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ തകർന്ന് തരിപ്പണമാകുവാൻ, നാശത്തിലേക്ക് പോകുവാൻ ഒരിക്കലും കരുണാസമ്പന്നനായിരിക്കും ദൈവം അനുവദിക്കുകയില്ല. അവൻ്റെ കരങ്ങൾ നിങ്ങൾക്ക് കാണാമോ? അത് നിങ്ങളുടെ അടുക്കൽ ഇപ്പോൾ താണിറങ്ങി വരുന്നുണ്ട്. അത് അരുമനാഥൻ്റെ കരുതലിൻ്റെ സ്നേഹം വളരെ വ്യക്തമായി വെളിപ്പെടുന്ന ആണിപ്പഴുതുള്ള രക്തം പുരണ്ട കരമാണ്. ഇപ്പോൾ ജീവിതത്തിൽ താണു തരിപ്പണമായി, തകർന്ന് തരിപ്പണമായി, കരകയറ്റമില്ലാതെ മുങ്ങി നശിക്കാൻ പോകുന്ന ജീവിതത്തിൻ്റെ ഉടമകളായി ആരെല്ലാം ഈ ശബ്ദം കേൾക്കുന്നുണ്ട്? അന്ന് കടലിന്മേൽ നടന്നു വന്നവനായിരിക്കുന്ന കർത്താവ്, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവൻ, ഇന്ന് പാവപ്പെട്ട ദൈവമക്കളുടെ അടുക്കലേക്ക് കാക്കുന്ന കരുതുന്ന കരവുമായി നടന്നെടുത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളം തൊട്ടൊന്ന് വിളിക്കാമോ? എന്നെ ഒന്ന് രക്ഷിക്കണമേ. പാപത്തിൻ്റെ കയത്തിൽ മുങ്ങിത്തപ്പുന്ന എന്നെ ഒന്ന് രക്ഷിക്കണമേ. ഒരു മനുഷ്യനും വെള്ളത്തിൽ മുങ്ങി നശിക്കുവാൻ തുടങ്ങുന്ന ഒരു വ്യക്തിക്ക് സ്വന്തം പ്രയത്നം കൊണ്ട് കരകയറുവാൻ സാധ്യമല്ല. ബലമുള്ള ഒരു കരം വന്ന് പിടിച്ചു കയറ്റിയാൽ മാത്രമേ രക്ഷപ്പെടാൻ സാധ്യമാകുകയുള്ളൂ. ഇന്ന് പാപത്തിൻ്റെ ഓളത്തിൽ മുങ്ങി നശിക്കുന്ന ദൈവമക്കൾ ആരെല്ലാം ഇത് കേൾക്കുന്നുണ്ട്? ഇന്ന് വിടുതലിൻ്റെ ദിവസമായി മാറണം. ഇന്ന് വീണ്ടെടുപ്പിൻ്റെ ദിവസമായി മാറണം. അതെന്നെ കൊണ്ട് സാധ്യമല്ല. എന്നെ ഇവിടെ നിർത്തുമാറാക്കിയതായ പാപച്ചെളിയിൽ, നാശക്കുഴിയിൽ കിടന്ന എന്നെ ഈ തീക്കടുത്ത വചനവുമായി നിർത്തി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരം മുത്തിക്കൊണ്ടാണ് അടിയൻ എഴുന്നേറ്റത്. ആ യേശു പാവപ്പെട്ട അടിയനൊരു യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. അവൻ്റെ സ്നേഹത്തിൻ്റെ ചൂടുള്ളതായ കരമൊന്ന് പിടിച്ചാൽ ദൈവമക്കളെ ആർക്കും രക്ഷപ്പെടാം. നിങ്ങൾ ആരെല്ലാം കർത്താവിനോട് പറയുന്നുണ്ട്, എന്നെ ഒന്ന് രക്ഷിക്കണമേ? പാപത്തിൽ നിന്ന് രക്ഷിക്കും കർത്താവ്,
രോഗത്തിൽ നിന്ന് രക്ഷിക്കും കർത്താവ്, ശാപത്തിൽ നിന്ന് രക്ഷിക്കും കർത്താവ്, സകല അപകടത്തിൽ നിന്നും നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ കൂട്ടായ്മയും എൻ്റെ കർത്താവ് കാത്തു രക്ഷിക്കും. അനുഭവം എന്താണ് ദൈവമക്കളെ? 14:32 വായിച്ച്. അവൻ പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു. ഒരു ചെറിയ വാക്യം നിങ്ങൾ കേട്ടോ. അത് കർത്താവായ യേശുക്രിസ്തു പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു. ഈ ജീവിത പടകൊന്ന് തുറന്നു കൊടുക്കാവോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിനെ ആണിപ്പൊഴുതല്ല കാലെടുത്തു വെച്ച് ചങ്കിനകത്തേക്ക് വരട്ടെ. അലമാലകൾ ആഞ്ഞടിക്കുമ്പോൾ അമ്മാനമാടുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഒന്ന് കാല് വെച്ചാൽ മതി, ശാന്തമാകും. നാം ആദ്യം ധ്യാനിക്കുന്നത് എന്താണ്? പ്രകൃതി ശക്തികളുടെ മേല് അധികാരമുള്ളവനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അവൻ പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു. ദൈവത്തിന് സ്തോത്രം. എന്താണ് പ്രതികരണം? ദൈവപുത്രൻ സത്യം, അവൻ ഇന്നും ജീവിക്കുന്നു. അതുമാത്രമാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളൊരു പാഠം. ഹല്ലേലൂയ. ദൈവം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അവൻ അവരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു. നിങ്ങളൊട്ടും പേടിക്കണ്ട. ജീവിതത്തിൽ ഒരടി മുന്നോട്ട് പോകുവാൻ സാധ്യമല്ലാതെ വഴിമുട്ടി നിൽക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ഈ നിമിഷം ഈ ശബ്ദം കേട്ടെന്ന് വാതിൽ തുറന്നാൽ യേശു അരികിൽ വന്ന് വാതിക്കൽ വന്ന് മുട്ടുന്ന ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. കർത്താവ് അകത്തേക്ക് വരും, നിങ്ങളുടെ ജീവിതം ശാന്തമാകും, സ്വർഗനദീ തീരത്ത് അക്കരെ നിങ്ങൾക്ക് നിത്യത കഴിക്കാൻ ദൈവം കൃപ തരും. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, അലറുന്ന തിരമാലകൾ അമ്മാനമാടുമ്പോൾ അരികെ വന്ന് ശാന്തത തന്ന് അക്കരെ എത്തിക്കുന്ന കർത്താവ്. രണ്ടാമത്തെ കാര്യം എന്താണ്? മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്ക്. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടപെടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആശ്വാസത്തിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ, ആ ഭൂതബാധിതന്റെ അടുക്കലേക്ക് ആരും അടുത്ത് ചെല്ലുവാൻ ധൈര്യപ്പെടുന്നില്ല. എല്ലാവരെയാലും ഉപേക്ഷിക്കപ്പെട്ടവൻ, വീട്ടുകാർക്ക് വേണ്ട നാട്ടുകാർക്ക് വേണ്ട എന്ന് മാത്രമല്ല അവരുടെ എല്ലാം ഉറക്കം കെടുത്തിയവനാണ്. അവൻ്റെ വാസം കല്ലറകളിലാണ്. അവൻ സ്വയം കല്ലുകൊണ്ട് ഇടിച്ച് നശിപ്പിക്കുകയാണ്. അവൻ സുബോധം നഷ്ടപ്പെട്ടു എന്നാണ് വാക്യത്തിൽ നമുക്ക് കാണുന്നത്. ഇന്നും നാം ലോകത്തിലേക്ക് നോക്കിയാൽ സുബോധം നഷ്ടപ്പെട്ട ഒരു തലമുറയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും യുവാക്കന്മാർ വിദ്യാസമ്പന്നരാണ്, പക്ഷേ സുബോധമില്ല. ദൈവം കൊടുത്തിരിക്കുന്ന സെക്സ് എന്ന് പറയുന്ന, ഞാൻ പറയും, ആ ഒരു അനുഗ്രഹം അരുതാത്തതിന് വേണ്ടി ഉപയോഗിക്കുന്നതായ ഒരു തലമുറ. അവിഹിതമായ ബന്ധത്തിൽ അഴിഞ്ഞാടി നടക്കുന്നൊരു തലമുറ. വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് ശേഷവുമുള്ളതായ PMS ആൻഡ് EMS എന്ന് ഞാൻ പറയും. പ്രീ മരൈറ്റൽ സെക്സ്, PMS, EMS, എക്സ്ട്രാ മരൈറ്റൽ സെക്സ്. ലജ്ജാകരമല്ലേ ദൈവമക്കളിൽ നമ്മൾ കാണുന്ന ആത്മീയമായിരിക്കുന്ന രംഗത്ത് പോലും ഈ ലൈംഗികത തലപൊക്കി വരുന്നു. മാത്രമല്ല, നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്, മാതൃതുല്യമായ സ്നേഹമെന്ന്. ലജ്ജാകരമാണ് പറയാൻ. നമുക്ക് ഈ സദസ്സിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പറയട്ടെ, മക്കളെ വേണ്ടാതീനത്തിനു വേണ്ടി ചീത്തയാക്കുന്നതായ അപ്പന്മാർ, സുബോധമുണ്ട ജനത്തിന് ഇന്ന് മദ്യത്തിൽ ലഹരിയിൽ ചാഞ്ചാടി നടക്കുന്ന യുവതലമുറ ലഹരി രാസവസ്തുക്കൾക്ക് അടിമകളായി ജീവിക്കുന്നു. നമ്മൾ പലപ്പോഴും ഈ ഭൂതഗ്രസ്തനെ ഭൂതം ബാധിച്ചവൻ, ലഘുവൻ ബാധിച്ചവനെന്നെല്ലാം പറഞ്ഞ് കുറ്റം പറയുമ്പോൾ ഇന്നത്തെ ജനസമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ആത്മീയ ഗോളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ആത്മാവിൻ്റെ നടത്തിപ്പിൻ കീഴിലാണോ ജനം? വേദനാജനകമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലല്ലേ നാം ഇന്ന് ജീവിക്കുന്നത്. ഇവിടെ നമ്മൾ സമൂഹം എഴുതി തള്ളിയ ഒരു വ്യക്തിയെ കാണുകയാണ്. ആർക്കും വേണ്ടാത്തവൻ, വസ്ത്രം ധരിക്കാത്തവൻ, സുബോധത്തിന് കണികയില്ലാത്തവൻ. എന്നാൽ ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തു പടകിറങ്ങി ഇവനെ തേടി വരുന്ന കാലുകൾ നിങ്ങൾക്ക് കാണാം. ഏത് വൃത്തികെട്ട കൊടുംപാപിയാണെങ്കിലും, ഏതെല്ലാം തരത്തിൽ പൈശാചിക ബന്ധനത്തിന് കീഴിൽ നരകയാതന അനുഭവിക്കുന്നവനാണെങ്കിലും, സുബോധമില്ലാത്തവനെ പോലെ അഴിഞ്ഞാടി നടക്കുന്നവനാണെങ്കിലും, പാപം പെരുക്കിയെടുത്ത് കൃപ അത്യന്തം പെരുക്കി തരുവാൻ
നല്ലവനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നിങ്ങളുടെ അടുക്കിലേക്ക് അടുത്ത് വരുന്നുണ്ട്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദി സേവിയർ ഓഫ് ദി uttermost. ജീസസ് ക്രൈസ്റ്റ് കെയിം ടു സീക്ക് ആൻഡ് സേവ് ദാറ്റ് വിച്ച് ഈസ് ലോസ്റ്റ്. അതുകൊണ്ടല്ലേ ഞാനിവിടെ നിൽക്കുന്നത്. പാപികളായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? സുബോധമില്ലാതെ പാപത്തിൻ്റെ പ്രഭുവായിരിക്കുന്ന സാത്താൻ ഇടം കൊടുത്ത് പൈശാചികൻ അമ്മാനമാടുന്ന ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? ദൈവമക്കളെ, ഗദരദേശത്തിന്റെ ഭൂതഗ്രസ്തന്റെ അടുക്കലേക്ക് അടുത്തു വന്നവനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു വാഗ്ദത്തങ്ങൾ വിശ്വസനായി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന സ്വർഗീയമായ നിമിഷമാണ്. പാവപ്പെട്ട അടിയന യേശു ക്രിസ്തുവിന്റെ സ്നേഹ സാന്നിധ്യത്തിന്റെ സുഗന്ധം മണത്തുകൊണ്ടും ചൂട് അനുഭവിച്ചുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 7-8 വാക്യം വായിച്ച്. മർക്കോസ് 5:7-8. അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. വായിച്ചു. അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ടു പോകുക എന്ന് യേശു കൽപ്പിക്കുന്നു. അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ടു പോകുക. എന്ത് അധികാരമുള്ള ശബ്ദം! ആദ്യം നമ്മൾ കണ്ടത് പ്രകൃതി ശക്തിയുമേൽ അധികാരമുള്ളവനായ യേശു കാറ്റിനെയും കടലിനെയും ഓളത്തെയും ശാസിച്ച് ശാന്തമാക്കി. ഇപ്പോൾ ഇതാ ഭൂതാത്മാവിനോട് പറയുകയാണ്, അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചു. വിട്ടുപോയി. യേശു ശാസിച്ചപ്പോൾ ആ സാത്താന്റെ വ്യൂഹം മുഴുവൻ അവനെ വിട്ടുപോയി. 5:15 വായിച്ച്. 5-ാം അധ്യായം 15-ാമത്തെ വാക്യം. ലഗ്യനുണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. ഹല്ലേലൂയ. ദൈവമക്കളെ, ആ ഒരു സ്വർഗീയമായിരിക്കുന്ന മാറ്റം, അതാണ് മാനസാന്തരം, അതാണ് സുബോധം, അതാണ് യേശു കടന്നു വന്നുള്ളതായ വ്യത്യാസം. നഗ്നനായിരുന്നവൻ ഇപ്പോൾ വസ്ത്രം ധരിച്ചു. സുബോധമില്ലാത്തവൻ ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദിവ്യ ശക്തിയാൽ സുബോധമുള്ളവനായി തീർന്നു. കർത്താവ് പിശാചുകളെല്ലാം ഇറങ്ങിപ്പോയി. കള്ളന്മാരുടെ ഗുഹ പരിശുദ്ധ ദൈവാലയമായി മാറി. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു. അപ്പോൾ ദൈവമക്കൾ, എന്ത് വലിയ സന്തോഷം! അവൻ വളരെ ആഗ്രഹത്തോടെ പറഞ്ഞു, എനിക്ക് നിൻ്റെ കൂടെ ഒന്ന് വരണമെന്ന് പറഞ്ഞു. ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ വരട്ടെ എന്ന് അവനോട് ചോദിച്ചു. യേശുവിന് കൂടെ പോകാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഹല്ലേലൂയ. ചേർത്ത് പിടിക്കാൻ യേശുവിന് മനസ്സാണ്. ഞാൻ നിങ്ങളോട് അല്പം രുചിച്ചുകൊണ്ട് പറയട്ടെ, എൻ്റെ പൊന്നു കർത്താവിനോട് പറ്റിച്ചേർന്നുള്ള ജീവിതം എത്ര സുഖകരമാണെന്നറിയാം. സങ്കീർത്തനക്കാരൻ പറഞ്ഞത് എത്ര മനോഹരമാണ്. യഹോവ നല്ലവണ്ണം രുചിച്ചറിവേൻ. തായ്തണ്ടനോട് ചേർത്ത് നിൽക്കുന്ന ചില്ല് പോലെ പിരിയാത്ത സജീവമായിരിക്കുന്നൊരു ബന്ധം. ഇന്ന് ഞാൻ വചനശുശ്രൂഷയ്ക്ക് പോരുന്നതിന് മുമ്പ് എൻ്റെ വ്യക്തിപരമായിരിക്കുന്ന ധ്യാനത്തിൽ പറഞ്ഞു, കർത്താവേ, എനിക്ക് നിൻ്റെ അടുത്തെത്തിയാൽ പോരാം, എനിക്ക് നിൻ്റെ അകത്ത് വരണം. ഹല്ലേലൂയ. നീ എൻ്റെ അടുത്ത് വന്നാൽ പോരാം, നീ എൻ്റെ അകത്ത് വരണം. കർത്താവേ, എനിക്ക് നിൻ്റെ സാമീപ്യം പോരാം, എനിക്ക് നിന്നെ അങ്ങ് അലിഞ്ഞു കയറണം. എൻ്റെ വ്യക്തിത്വം വേണ്ട, എൻ്റെ ഇൻഡിവിജ്വാലിറ്റി വേണ്ട, എൻ്റെ സ്വയം ഒന്നും വേണ്ട. ഞാൻ ദൈവത്തെ കർത്താവിലങ്ങ് മറിഞ്ഞു നിന്നാൽ മാത്രം മതി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനോട് ഞാൻ കൂടെ പോന്നോട്ടെന്ന് ചോദിച്ചപ്പോൾ കർത്താവിനൊരു ദൗത്യം പരമേൽപ്പിച്ചു. എന്താണ് ആ ദൗത്യം? വായിച്ച് 5-ാം അധ്യായത്തിന്റെ 18 വാക്യം വായിച്ച്. അവൻ പടക് ഏറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. ഞാനും കൂടെ പോരട്ടെ എന്ന് അപേക്ഷിച്ചു. അപ്പോൾ യേശു അവനെ അനുവദിക്കാതെ, യേശു വേണ്ട എൻ്റെ കൂടെ പോരണ്ട, പിന്നെ നീ എന്ത് ചെയ്യണം? നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചും പ്രസ്താവിക്ക എന്ന് അവനോട് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് വീട്ടിലേക്ക് ചെല്ലാദ്യം. വീട്ടുകാർക്ക് നിന്നെ വേണ്ടല്ലോ, വീട്ടുകാർ നിന്നെ കൊണ്ട് മടുത്തല്ലോ. അതിനു മുമ്പ് നീ വീട്ടിലേക്കൊന്ന് ചെന്ന് കഴിഞ്ഞാൽ വീട്ടുകാരെല്ലാം ഓടിപ്പോവുകയും വാതിലടയ്ക്കുകയും ചെയ്യുമായിരുന്നല്ലോ. ഇപ്പോൾ നീ സുബോധം കൊണ്ട് നല്ല വസ്ത്രം ധരിച്ച് ദൈവത്തിന് ശോഭയുള്ള മുഖവുമായി സ്നേഹത്തിൻ്റെ കാലുകളുമായി നീ വീട്ടിലേക്കൊന്ന് ചെന്നേ. ആ വ്യക്തി തന്നെ ഒരു സാക്ഷ്യത്തിൻ്റെ പ്രകടമായ ലക്ഷണമല്ലേ ദൈവമക്കളെ? ആ വീട്ടിൽ ചെന്നു, അയ്യോ, എങ്ങനെയാണ് ഈ മാറ്റം വന്നത്? എങ്ങനെയാണ് ഈ മാറ്റം വന്നത്? ഓ, നല്ലവനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഭൂതത്തെ ഫൽസിച്ചകറ്റി യേശു എൻ്റെ ചങ്കിനകത്തേക്ക് കടന്നു വന്നു. ദൈവമക്കൾ, ഇതല്ലേ ഞങ്ങളുടെ കൂട്ടായ്മ പഠിപ്പിക്കുന്നത്? ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലിൻ്റെ ദിവസമായി മാറണം, സ്വാതന്ത്ര്യത്തിൻ്റെ ദിവസമായി മാറണം. ഹല്ലേലൂയ. അധികാരമുള്ള യേശു വന്നിട്ടില്ല, നിങ്ങൾ എന്നെ മറക്ക്.
ആ വചനമായി കർത്താവായി യേശുക്രിസ്തു നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന് പ്രവർത്തിക്കുന്ന നിർണായകമായ സമയമാണ്. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടുള്ള കഥകളെ നിങ്ങളുടെ വാതിലൊന്ന് തുറക്കുവീൻ. യേശു അകത്തേക്ക് വരട്ടെ. യെരുശലേം ദേവാലയത്തിനകത്തേക്ക് കർത്താവായി യേശുക്രിസ്തു കടന്ന് അകത്ത് കയറിയപ്പോൾ പലതും പുറത്തേക്ക് ചാടിയതുപോലെ അനേക ദുരാത്മാക്കൾ നിങ്ങളുടെ ജീവിതത്തെ വിട്ട് മാറിപ്പോകട്ടെ. യേശുവിൻ്റെ സാന്നിധ്യം, പ്രകാശത്തിൻ്റെ സാന്നിധ്യമാണ്. അന്ധകാരത്തെ അകറ്റുന്ന ദൈവിക തേജസ്സാണ്. നിങ്ങളുടെ മുഖം ശോഭിക്കും, നിങ്ങൾ ദൈവാലയമായി മാറും, നിങ്ങൾ ആരാധന തുടങ്ങും, നിങ്ങളുടെ കുടുംബത്തിൽ സാക്ഷ്യം. മാത്രമല്ല ദൈവമക്കളെ, അടുത്ത വാക്യം അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദക്കപ്പലു നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ വാർദ്ധക്യത്തിലും പാവപ്പെട്ട അടിയൻ ദൈവത്തിന് സ്തോത്രം ഈ വചനമായി നിൽക്കാൻ കാരണം എന്താണ്? എനിക്ക് പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം അവൻ ചെയ്ത ഉപകാരങ്ങളെ ഘോഷിക്കാതിരിക്കാൻ സാധ്യമല്ല. കാൽവറിയിൽ ചങ്ക് പൊട്ടി ഒഴുകിയ തങ്കച്ചോരയുടെ വീണ്ടെടുപ്പിൻ്റെ ശക്തിയുടെ വ്യാപാരത്തെക്കുറിച്ച് സുവിശേഷ വാക്യങ്ങളായി എനിക്ക് ഘോഷിക്കാതിരിക്കാൻ സാധ്യമല്ല. എൻ്റെ യേശു നല്ലവനാണ് എന്നൊക്കെ ആയുസ്സുള്ള കാലത്തോളം മുഴുവനായിട്ട് പറയണം. നിങ്ങളുടേതായിരിക്കും നാട്ടിലും ജീവിക്കുന്ന സാക്ഷികളായി ഒന്ന് ഓടി നടന്ന് സുവിശേഷത്തിൻ്റെ സത്യവചനമൊന്ന് ഘോഷിക്കാമോ? അടുത്ത വാക്യം എന്നാണെന്നറിയാമോ? ഇതൊക്കെ പോലത്തെ നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു, അവനിൽ വിശ്വസിച്ചു. നിങ്ങളുടെ മാറ്റം കണ്ട് അനേകർ ആശ്ചര്യപ്പെട്ട് ഈ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരട്ടെ. യേശു അടുക്കൽ വന്നാൽ ഒന്ന് പ്രകൃതി ദുരന്തങ്ങളാകലും, രണ്ട് അക്കരെ എത്താൻ നമുക്ക് സാധിക്കും, രണ്ട് സുബോധം പ്രാപിച്ച് കർത്താവായി യേശുക്രിസ്തുവിന് സാക്ഷിയായി ഭൂതക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 5-6 വാക്യങ്ങൾ. യേശു അടുക്കൽ വന്നാലുള്ള പ്രത്യേകത എന്താണ്? വായിക്കാം. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. ബെഥസ്ദ കുളക്കരയിൽ നീണ്ട 38 വർഷമായി തളർന്നു കിടക്കുന്ന ഒരു വ്യക്തി, രോഗിയായി രോഗശയ്യയിൽ എന്നും കിടക്കുന്ന നിരാശ ബാധിച്ചതായ ഒരു വ്യക്തി. ആ കിടപ്പ് രോഗിയുടെ അടുക്കിലേക്ക് കർത്താവായ യേശുക്രിസ്തു കടന്നു വന്നു. ദൈവമക്കളെ, അവനൊന്നിനും കഴിവില്ല. കുളത്തിലെ വെള്ളം കലങ്ങുമ്പോൾ ഇറങ്ങി മുങ്ങിയാൽ അത്ഭുത സിദ്ധി ഉള്ളത് കൊണ്ട് സൗഖ്യം പ്രാപിക്കും എന്ന് വിശ്വാസമുള്ളവർ അവിടെ കാത്തുകെട്ടി കിടക്കുകയാണ്. വെള്ളം കലങ്ങുന്നത് അവൻ കാണുന്നു, ഒച്ച കേൾക്കുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് വെള്ളത്തിലേക്ക് എത്തുന്നതിന് മുൻപേ പലരും അവിടെ എത്തിയിരിക്കും. അവനൊരിക്കലും ആദ്യം ചെല്ലാൻ സാധിച്ചിട്ടില്ല. യേശു അടുക്കിലേക്ക് ചെന്നു. ആരും സഹായത്തിനില്ലാത്ത വ്യക്തിയുടെ അടുക്കിലേക്ക് അടുത്തു വരുന്ന കാലുകൾ, ആ കാലച്ച നിങ്ങൾക്ക് കേൾക്കാം. ഇന്ന് നിങ്ങളെയും തേടി യേശു വന്നിരിക്കുന്നതാണ്. അവന്റെ വേദനിപ്പിക്കുന്ന ഒരു ശബ്ദമുണ്ട്. 5-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിച്ച്. രോഗി യേശുവിനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. അവസാനത്തെ വാക്കുകൾ നിങ്ങൾ കേട്ടോ? എനിക്ക് ആരുമില്ല കർത്താവേ, എന്നെ സഹായിക്കാൻ ആരുമില്ല, എല്ലാവരും എന്നെ കൈവിടുകയാണ്. സഹായിക്കാൻ വരേണ്ടവരുടെ കാലുകൾ അകന്ന് മാറുകയാണ്. എന്നാൽ അടുത്ത് വരാൻ ഒരുത്തനുണ്ട്. ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. 38 വർഷമായി ആരും സഹായിക്കാനില്ല. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇവിടെ രോഗത്തിൻ്റെ മേൽ അധികാരമാണ് നാം കാണുന്നത്. വായിച്ച് 5-ാം അധ്യായത്തിന് 7-8 വാക്യങ്ങൾ വായിച്ച്. 5-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നിസ്സഹായ അവസ്ഥ മുഴുവൻ സമ്മതിച്ചുകൊണ്ട് ഏറ്റു പറയാണ്. അടുത്ത വാക്യം. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. ആ കാഴ്ച നിങ്ങൾക്കൊന്ന് കാണാമോ? 38 വർഷമായി തളർന്ന ഒരു കിടക്കയിൽ കിടക്കുകയാണ്. പുഴുവരിക്കുന്ന രംഗമായിരിക്കും അത്, ദുർഗന്ധം വമിക്കുന്ന രംഗമായിരിക്കും അത്. പക്ഷെ അധികാരമുള്ളവൻ അടുത്തു വന്നു. പ്രകൃതി ശക്തികളുടെ അധികാരമുള്ളവൻ, സാത്താന്റെ മേൽ അധികാരമുള്ളവൻ, ഇവിടെ ഇതാ രോഗത്തിന്, ദുരാത്മാവിന്റെ മേൽ അധികാരമുള്ളവൻ കിടക്കെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ആ വാക്കുകളിൽ ശക്തിയുണ്ട്, ആ വാക്കുകളിൽ സൗഖ്യമുണ്ട്. ഇപ്പോൾ അവന്റെ കാലടികൾ ശക്തിയോടെ മുന്നോട്ട് എടുത്തു വെച്ച് നീങ്ങുന്ന കാഴ്ചകൾ കാണാമോ? അവന്റെ തലയിൽ എന്തുണ്ട്? ആ കിടക്കയുണ്ട്. 38 വർഷം അവനെ താങ്ങിയതായിരിക്കുന്ന കിടക്കയെ താങ്ങിക്കൊണ്ട് അവനിതാ പോകുന്നു.
ദൈവത്തിന് സ്തോത്രം. യേശു വന്നാൽ ഉള്ളതായ മാറ്റം. നാളുകളായി പരാജയപ്പെട്ട് കിടക്കുന്നവർ ആരെല്ലാം ഈ ശബ്ദം കേൾക്കുന്നുണ്ട്, ഇന്ന് എഴുന്നേൽക്കുന്ന ദിവസമായി മാറണം. നിങ്ങളെ തോൽപ്പിച്ച് തളർത്തിയിട്ടതായിരിക്കുന്ന പാപത്തിന് മേൽ ജയം പ്രഖ്യാപിക്കുന്ന സന്തോഷത്തിൻ്റെ, സ്തോത്രത്തിൻ്റെ, സ്തുതിയുടെ ദിവസമായി മാറണം. യേശു സുഖമാക്കിയതിൽ ഏറ്റവും പഴക്കം ചെന്ന രോഗിയായിരിക്കും ബെഥസ്ദാ കുളത്തിലെ തളർവാദ രോഗി. ഏറ്റവും പഴക്കം ചെന്നായ രോഗം. അങ്ങനെ അവൻ ജയത്തോടെ മുന്നോട്ട് പോവുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ താക്കീത് കൊടുത്തു. അത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എന്താണ് താക്കീത്? 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, പോക, മേലാൽ പാപം ചെയ്യരുത്, ഇനി പാപം ചെയ്യരുത്. കർത്താവായ യേശു നിന്റെ അടുക്കലുണ്ട്. പുതിയ തീരുമാനമെടുത്തുകൊണ്ട് നിങ്ങൾ കർത്താവിനോട് പറയാമോ, ഇനി ഞാൻ പാപത്തിലേക്കില്ല, സിൻ നോ മോർ. എന്നിട്ട് നിങ്ങൾക്കൊന്ന് നടക്കണ്ടേ? എന്തിനാ കിടക്ക, പഴയ വൃത്തികെട്ട കിടക്ക എന്തിനാണ്? 10 പേര് കാണട്ടെ. ഇവൻ നാളുകളായി 38 നീണ്ട വർഷമായി അവൻ കിടന്നതായ കിടക്ക. പലരും നോക്കി അഭിപ്രായം പറഞ്ഞു കാണും, ഇത് വൃത്തികെട്ടതാണല്ലോ, ദുർഗന്ധം വമിക്കുന്നതാണല്ലോ, പുഴുവരിക്കുന്നതാണല്ലോ. ആരനേകർ വിമർശിച്ചായ കിടക്ക ഇപ്പോൾ ജയത്തിൻ്റെ പേര് മൊഴിക്കൊണ്ട് ഇവൻ ചുവന്നുകൊണ്ട് പോവുകയാണ്. ജീവിതത്തിൻ്റെ സാക്ഷ്യം. എവിടെയെല്ലാം മദ്യത്തിൽ പരാജയപ്പെട്ട വ്യക്തി, ലൈംഗികമായ പാപത്തിൽ വീണുപോയതായ വ്യക്തി, പണസംബന്ധമായ കാര്യങ്ങൾ തെറ്റുപറ്റിയതായിരിക്കുന്ന വ്യക്തികൾ, അതിൻ്റെ മേൽ ജയം പ്രഖ്യാപിച്ചുകൊണ്ട് സ്തോത്രത്തിൻ്റെ പല്ലവി പാടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച ജനങ്ങളൊന്ന് കാണട്ടെ. യുവർ ലൈഫ് സ്പീക്സ് ലൗഡർ ദാൻ യുവർ വേർഡ്സ്. പരാജയത്തെ ജയത്തിലേക്ക് മാറ്റാൻ കഴിവുള്ള കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽക്കൽ നിങ്ങൾ വീഴുക. ജയം തരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൈകളിലേക്ക് ജീവിതം കൈമാറുക. പരാജയത്തെ വിജയമാക്കി മാറ്റുന്ന യേശു ക്രിസ്തുവിന് സാക്ഷികളായി നിങ്ങളുടെ വീട്ടിലും നാട്ടിൽ നിങ്ങൾ ഓടുക. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം.